പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് റെയിൽവേ ട്രാക്കിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ച വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി അറപ്പിടിക സ്വദേശി ആദിൽ ഫർഹാനാണ് മരിച്ചത്. പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അഭ്യാസ പ്രകടനം. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഷഹദ്, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു ഈ കുട്ടി റെയിൽവേ ട്രാക്കിലൂടെ, 17 വയസ്സല്ലേ ഉള്ളൂ, ട്രാക്കിലൂടെ വണ്ടി ഓടിച്ചത്? സ്കെയിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവത്സര ദിനത്തിൽ അത്ര നല്ലൊരു ശുഭകരമായിട്ടുള്ളൊരു വാർത്തയല്ല നമുക്ക് പ്രേക്ഷകരുമായി കോഴിക്കോട് നിന്നും പങ്കുവെക്കാനുള്ളത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ 1:30 നടന്നിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് ഈ പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഈ യുവാവ്. ബാലുശ്ശേരി സ്വദേശി ആദിൽ ഫർഹാനാണ്. 17 വയസ്സേ ഉള്ളൂ. ആദിൽ ഫർഹാനും ഒപ്പം തന്നെ ആദിൽ ഫർഹാന്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ബ്രിഡ്ജിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിലൂടെ കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ട്രെയിൻ വരികയായിരുന്നു. ലോക്മാനിക് തിലക് എറണാകുളം ദുരന്തോ എക്സ്പ്രസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ട്രെയിൻ ഇടിക്കുകയും ഏറെ ദൂരം ഈ പോവുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്തുകയും യുവാവിനെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലിയ രീതിയിൽ ശരീരമാകെ മുറിവുകളും അല്ലാതെയുള്ള പരിക്കുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ യുവാവിന്റെ സുഹൃത്ത് ഈ വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. 17 വയസ്സാണ്. പുതുവത്സര പുലരി ആഘോഷിക്കാനായി കോഴിക്കോട് നഗരത്തിൽ എത്തിയതായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. എസ്കെൻ, ഷഹദ് റഹ്മാൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.